ചില ആളുകളെ കോഴീനെ വാങ്ങാൻ വരുന്ന സമയത്ത് അവർക്ക് കോഴിയുടെ തൂക്കറിയണം. നമ്മൾ അവരെന്തോ പറ്റിക്കുന്നത് പോലെയാണ് അവരുടെ പെരുമാറ്റം കണ്ടാൽ. പക്ഷേ എല്ലാവരും ഇതുപോലെ ലൈവായിട്ടൊന്നും തൂക്കി വാങ്ങിക്കാറില്ല കേട്ടോ. എനിക്ക് കൂടുതലായിട്ടും കോഴിക്കടകളിൽ നിന്നാണ് ഓർഡർ വരിക. അപ്പോൾ കസ്റ്റമേഴ്സിന് അവർ പറയും 1 കിലോ അല്ലെങ്കിൽ 1.5 കിലോ വെയിറ്റ് വേണം എന്നുള്ളത്. കൂടുതലും പൂവൻ കോഴിക്കാണ് ഓർഡർ വരിക. ആ ഒരു സമയത്താണ് ഞാനിതുപോലെ കോഴീനെ തൂക്കി കൊടുക്കാറ്. പിന്നെ ഈ ഒരു മിഷൻ ഇത് ഞാൻ ബേക്കിങ്ങിനായിട്ട് വാങ്ങിയതായിരുന്നു. പക്ഷേ കുറേ കാലം ഉപയോഗമില്ലാതെ കിടന്നു കേട്ടോ. ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഓൺലൈനിൽ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടിയിരുന്നു. അങ്ങനെ ഞാൻ വാങ്ങിയതായിരുന്നു ഈ ഒരു മെഷീന്. പക്ഷേ അന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു, ഈശ്വര ഞാനിത് എന്തിനായിരുന്നു വാങ്ങിയത് എന്നുള്ളത്. വെറുതെ ഒരാവശ്യമില്ലാതെ വാങ്ങിക്കൂട്ടിയതാണ്. പക്ഷേ ഇപ്പം എനിക്കത് ഉപകാരപ്പെട്ടു കേട്ടോ. ഇത് ബാറ്ററിയാണ്. ഇതുവരെ വലിയ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 5 വർഷത്തിൻ്റെ അടുത്തായി ഞാൻ ഈ ഒരു മെഷീൻ ഉപയോഗിക്കുന്നു. ഇതുപോലെയാണ് ഞാൻ തൂക്കി കൊടുക്കുക. നല്ലോണം അവർ നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ നിർത്തിച്ച് കൊടുക്കും. അതല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു ബക്കറ്റ് വെച്ചിട്ട് ആ ബക്കറ്റിൽ കോഴീനെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ തൂക്കുക. ഇവരിപ്പോൾ രണ്ടാളും നന്നായിട്ട് നിന്ന് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ല. പക്ഷേ ഈ വലിയ പൂവൻ കോഴികളൊക്കെ നമ്മൾ വെക്കുന്ന സമയത്ത് അവർ ചാടിപ്പോയിക്കാളും. ആ ഒരു സമയത്താണ് ഞാൻ ബക്കറ്റ് ഉപയോഗിക്കുക. എന്തായാലും തൂക്കി കഴിഞ്ഞു. ഇനി നമുക്ക് സ്കൂളിൽ ചോറെടുക്കാൻ പോവാം. എന്നും ഞാൻ പറയാറുണ്ടല്ലേ നിങ്ങളോട് സ്കൂളിൽ നിന്ന് ചോറ് കിട്ടാറുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കതൊന്ന് കാണിച്ചു തരാമെന്നുള്ളത്. ഇന്ന് സ്കൂളിൽ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. ഇന്നും കൂടി നമുക്ക് ചോറ് കിട്ടും. ഇനി 2 മാസം കഴിയണം നമുക്ക് സ്കൂളിൽ നിന്ന് ചോറ് കിട്ടണമെങ്കിൽ. ഞാൻ സാധാരണ രാവിലെ ബക്കറ്റ് കൊണ്ടുവയ്ക്കും. എന്നിട്ട് വൈകിട്ട് പോകുമ്പം ഒരു ബക്കറ്റും കൊണ്ടുപോകും. അത് അവിടെ വെച്ചിട്ട് ആ മറ്റേ ബക്കറ്റിലെ ചോറ് തിരിച്ചെടുത്ത് കൊണ്ടുവരും. അങ്ങനെയാണ് ചെയ്യാറ്. എൻ്റെ കാര്യങ്ങൾ ഇത്ര ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ ഇവന് അതിലുള്ള പങ്ക് ചെറുതൊന്നുമല്ല കേട്ടോ. ഇവനില്ലാതെ നമ്മുടെ ഒരു കാര്യവും നടക്കില്ല. സ്കൂളിൽ ചോറെടുക്കുന്നതും അതുപോലെ ആളുകൾക്ക് കോഴീനെ എത്തിച്ചു കൊടുക്കുക, തീറ്റ വാങ്ങുക, അതിനെല്ലാം ഞാൻ ഇവനെയാണ് ആശ്രയിക്കുന്നത്. ഇവനിപ്പം കുറച്ച് ദിവസമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വർക്ക്ഷോപ്പിലൊക്കെ കൊണ്ടുപോയി കാണിച്ചു. ഓയിലൊക്കെ മാറ്റി. ചെറിയൊരു ഓയിൽ ലീക്ക് ഉണ്ട്. അതവർ കുറച്ചൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് സർവീസ് ചെയ്യിക്കാന്നുള്ളത്. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് സർവീസാണ് കേട്ടോ. ഇതുവരെയായിട്ടും ഞങ്ങൾ ഇങ്ങനെ പുറത്ത് വന്നിട്ട് സർവീസ് ചെയ്തിട്ടില്ല. ഞാൻ തന്നെയാണ് ഇവനെ കുളിപ്പിക്കാറും തുടപ്പിക്കാറും എല്ലാം. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് സർവീസ് ചെയ്യിപ്പിക്കാന്നുള്ളത്. ബക്കറ്റൊക്കെ സ്കൂളിൽ വെച്ചതിന് ശേഷം ഞാൻ സർവീസ് ചെയ്യാൻ വന്നതാണ് കേട്ടോ. ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, കോഴീനെ വളർത്തുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഹോം ഡെലിവറി. നമ്മുടെ വീട്ടിലൊക്കെ കോഴീനെ വന്ന് ആളുകൾ വാങ്ങും. പക്ഷേ ചില ആളുകളുണ്ടാവും അവർക്ക് വന്ന് വാങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം. അങ്ങനെയുള്ള ആളുകൾക്ക് വീട്ടിലെത്തിച്ച് കൊടുത്താൽ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ നല്ല സാധനമായിരിക്കണം അവർക്ക് എത്തിച്ച് കൊടുക്കുന്നത്. സാധാരണ ആളുകൾ നമ്മളുടെ വീട്ടിൽ വന്ന് വാങ്ങുകയാണല്ലോ ചെയ്യുക. അവർ നോക്കിയിട്ട് അവരുടെ ഇഷ്ടത്തിനാണ് വാങ്ങുക. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് വാട്സപ്പിൽ അയച്ചു കൊടുക്കും. കോഴിയുടെ ഫോട്ടോയും അതുപോലെ വീഡിയോസൊക്കെ അയച്ചു കൊടുക്കും. അതിൽ അവർ പറയുന്ന കോഴീനെ ഞാൻ അവർക്ക് വീട്ടിലെത്തിച്ച് കൊടുക്കും. കുറച്ച് ദൂരെയൊക്കെ ആണെങ്കിൽ ചെറിയൊരു ചാർജും കൂടി ഞാൻ വാങ്ങാറുണ്ട് കേട്ടോ. പിന്നെ തൊട്ടടുത്തൊക്കെ ആണെങ്കിൽ പിന്നെ അങ്ങനെ പോട്ടേന്ന് വയ്ക്കും. നമുക്കിതാ സ്കൂളിൽ നിന്ന് ചോറ് കിട്ടിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയാറുണ്ടല്ലേ സ്കൂളിൽ നിന്ന് ഇങ്ങനെ ചോറ് കിട്ടുന്ന കാര്യം. നിങ്ങൾ വിചാരിക്കും ഈ കുട്ടികളൊക്കെ കഴിച്ചതിൻ്റെ ബാക്കിയാണ് എന്നുള്ളത്. അല്ല കേട്ടോ, കുട്ടികൾ കഴിച്ചതിൻ്റെ ബാക്കിയൊന്നും നമുക്ക് കിട്ടില്ല. അതാണ് നമ്മുടെ സ്കൂളിൻ്റെ പ്രത്യേകത. കുട്ടികൾ ആവശ്യത്തിന് മാത്രം ചോറ് കൊടുക്കുള്ളൂ. അത് മാത്രമല്ല വേസ്റ്റും കാര്യങ്ങളുണ്ടെങ്കിൽ അവർ വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്നാണ് അവർ പറയാറ്. അതുകൊണ്ട് കുട്ടികളൊന്നും അങ്ങനെ വേസ്റ്റ് ആക്കാറില്ല കേട്ടോ. ഒരു കറിവേപ്പിലയാണെങ്കിലും കൂടി അതുപോലും സ്കൂൾ ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ എവിടെയും ഇടാൻ അവർ സമ്മതിക്കാറില്ല. ഇതിപ്പം ചോറൊക്കെ വെച്ചിട്ട് ആ ഒരു ചെമ്പും പാത്രമൊക്കെ ഒഴിവാക്കല്ല. ആ ഒരു സമയത്ത് ബാലൻസ് വരുന്ന ചോറാണ് കേട്ടോ. പക്ഷേ എല്ലാ ദിവസവും ഇത്ര കിട്ടാറില്ല. അര ബക്കറ്റൊക്കെയാണ് കിട്ടാറ്. പക്ഷേ എനിക്കിത് ധാരാളം. കാരണം എനിക്ക് തന്നെ ഒരു 3-4 ദിവസം പോലെ കൊടുക്കാനുണ്ടാവും. അപ്പോൾ ഞാനിങ്ങനെ ചോറ് വാങ്ങി വരുന്ന ദിവസങ്ങളിൽ ഞാനതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യാറ് എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സ്കൂളിൽ വേറെയും ആളുകൾ ബക്കറ്റ് വെക്കുന്നുണ്ട് കേട്ടോ. കഞ്ഞിവെള്ളത്തിന് ബക്കറ്റ് വെക്കുന്നുണ്ട്. അതുപോലെ പച്ചക്കറി വേസ്റ്റിന് ബക്കറ്റ് വെക്കുന്നുണ്ട്. ദിവസവും ഇതുപോലെ സ്കൂളിൽ പോയിട്ട് ചോറെടുക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ചോറ് ബാലൻസ് വരാറുണ്ട്. നമുക്കിത് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതിലൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ. നമുക്ക് എത്രയെന്ന് വെച്ചാൽ സ്റ്റോക്ക് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ഈ ചോറ് മാത്രം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ ഒരു നേരമാണ് ചോറ് കൊടുക്കാറ്. അതും അതിൽ തീറ്റയോ പിണ്ണാക്ക് ഇലകൾ ഇതെല്ലാം മിക്സ് ചെയ്ത് കറി എല്ലാം മിക്സ് ചെയ്തിട്ടാണ് അവർക്ക് കൊടുക്കാറ്.
അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരാളും കൂടി കോഴീനെ വളർത്തുന്നുണ്ട്. ഞാൻ പുള്ളിക്കാരനോടും പറഞ്ഞു നിങ്ങളും എടുത്തോളാൻ ചോറ്. അപ്പം 2 ദിവസം പുള്ളി എടുക്കും, പിന്നെ ഒരു ദിവസം ഞാനെടുക്കും, പിന്നെ പുള്ളി 3 ദിവസം, പിന്നെ ഞാൻ 2 ദിവസം, അങ്ങനെ ഞങ്ങളൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ആകുമ്പം പുള്ളിയുടെ കോഴിയുടെ വയറും നിറയും, എൻ്റെ കോഴിയുടെ വയറും നിറയും. അല്ലാതെ നമ്മൾ അനാവശ്യമായിട്ട് ഈ ചോറ് വെറുതെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കോഴിക്ക് കൊടുത്തിട്ട് ബാക്കി കുപ്പയിലേക്ക് തട്ടിയിട്ട് അതിൽ വലിയ കാര്യമൊന്നുമില്ലല്ലോ. അതൊരു സ്വാർത്ഥതയല്ലേ, മറ്റു കോഴികളും തിന്നട്ടേന്നേ, നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ ശരിയാവില്ലല്ലോ. അപ്പം എന്തായാലും ഇന്നത്തോടു കൂടി നമ്മുടെ ചോറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇത് കണ്ടോ, അവർ കറി ഇങ്ങനെയാണ് കേട്ടോ ഒഴിക്കുക. ആദ്യം ബാലൻസ് വരുന്ന കറി ബക്കറ്റിൻ്റെ അടിയിലേക്ക് ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് അവർ ചോറിടുക. ഇതിപ്പോൾ ഞാൻ ആ ഒരു നല്ല ചോറുണ്ടല്ലോ കറി ആവാത്തത്, അതെല്ലാം ഒരു ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ബക്കറ്റിൻ്റെ അടിയിൽ ഇങ്ങനെ വരുന്ന ചോറുണ്ടല്ലോ, ഇത് ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ഈ ഒരു കറി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് എന്തെങ്കിലും കൂടി മിക്സ് ചെയ്തിട്ട് കോഴിക്ക് കൊടുക്കും. ഇങ്ങനെ ചൂടോടെ കൊടുക്കും കേട്ടോ. ബാക്കി ഞാൻ കുറച്ച് ഫ്രിഡ്ജിൽ ഒരടപ്പുള്ള പാത്രത്തിൽ എടുത്ത് വയ്ക്കും. ഇത് നമുക്കങ്ങനെ തോനെ ദിവസമൊന്നും എടുത്ത് വയ്ക്കാൻ പറ്റില്ല. ഞാൻ ഒരു ദിവസമൊക്കെ എടുത്ത് വയ്ക്കും. ബാക്കി അവർക്കിപ്പോൾ കുറച്ച് കൊടുക്കും കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ആശ്വാസമായിരുന്നു സ്കൂളിൽ നിന്ന് ചോറ് കിട്ടുന്നത്. എൻ്റെ മോന് 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. LKG UKG മൊത്തം 6 വർഷമായി അവൻ ആ സ്കൂളിൽ പഠിക്കുന്നു. പക്ഷേ ഈ ഒരു വർഷമാണ് ഞാൻ ആദ്യമായിട്ട് സ്കൂളിൽ നിന്ന് ചോറെടുക്കുന്നത്. ഇതിൻ്റെ മുന്നൊന്നും ഞാൻ എടുത്തിട്ടുമില്ല, അവരോട് ചോദിച്ചിട്ടുമില്ല. ചോറിന് ബക്കറ്റൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ, വേറെ ആളുകൾ ബക്കറ്റൊക്കെ വെക്കാറുണ്ടായിരുന്നു. പക്ഷേ അവർ എന്തോ ഈ വർഷം അവർ ബക്കറ്റ് വെച്ചില്ല. അങ്ങനെയാണ് ചെറിയ മോന് എന്തോ പറയുന്ന കൂട്ടത്തിൽ അവൻ്റെ മിസ്സിനോട് പറഞ്ഞു, മിസ്സേ എൻ്റെ അമ്മയ്ക്ക് കുറേ കോഴികളുണ്ടെന്ന്. അങ്ങനെ അത് മിസ്സ് നോട്ട് ചെയ്തു. പിന്നെ കുഞ്ഞു മക്കളാണല്ലോ, അവർ പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. എന്നാലും കോഴിയുണ്ട്, ഓക്കെ, ഒരുപാട് കോഴിയുണ്ട് എന്നുള്ളത് അത്ര അറിയില്ലായിരുന്നു. അങ്ങനെ മിസ് എന്നെ വിളിച്ചു, മോനിങ്ങനെ അവിടെ കുറേ കോഴികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മിസ്സേ ഇങ്ങനെ കോഴികളൊക്കെ ഉണ്ട്. എന്നപ്പോൾ മിസ് എന്നോട് പറഞ്ഞു, ഇങ്ങനെ ചോറ് ഇവിടെ ഒരുപാട് ബാലൻസ് ഉണ്ട്, ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, നിങ്ങൾ വന്നിട്ട് എടുത്ത് കൊണ്ടുപോകുമോ ചോദിച്ചു. ഓക്കെ എന്ന് പറഞ്ഞു. അന്ന് മുതലാണ് കേട്ടോ ഞാൻ ചോറെടുക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ഈ ഒരു വർഷം മുഴുവനും ഞാൻ ചോറെടുത്തു. ആദ്യമൊക്കെ ഞാൻ തന്നെയായിരുന്നു ഡെയിലി എടുക്കാറ്. പക്ഷേ പിന്നീട് നമുക്ക് കോഴിയുടെ എണ്ണമൊക്കെ കുറഞ്ഞ സമയത്ത് പിന്നെ എനിക്ക് ദിവസവും ചോറിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. അപ്പോൾ ഞാൻ എന്താക്കി പറഞ്ഞതുപോലെ ഒരാളോടും കൂടി പറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ 2 ആളും കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇടവിട്ടൊക്കെ അങ്ങനെ എടുക്കാറാണ് ചെയ്യുക. ഇനി ഞാൻ ഈ ചോറ് എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇതുപോലെ കറി ആവാത്ത ചോറാണെങ്കിൽ ഞാനത് ബക്കറ്റിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെക്കും. ഇതിപ്പം ഇന്നത്തെ ചോറിന് നല്ല ചൂടുണ്ട് കേട്ടോ. ചോറ് ആ ഒരു ചൂടോടെ ബക്കറ്റിൽ വെച്ചാൽ നാളത്തേക്ക് അത് എന്താ പറയുക, പഴുത്തോ, നിങ്ങളെ ഭാഷയിൽ എന്താ പറയുക എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റിൽ പറയാം കേട്ടോ. പഴുത്തോ അല്ലെങ്കിൽ വലിഞ്ഞോ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാവും. ഇതിപ്പോൾ ഞാൻ കഴുകുന്നുണ്ട് കേട്ടോ, നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് 2-3 പ്രാവശ്യം കഴുകിയിട്ട് ആ ഒരു ബക്കറ്റിൽ തന്നെ ഞാൻ അവിടെ വെക്കും. എന്നിട്ട് നാളെ രാവിലെ വീണ്ടും അതെടുത്തിട്ട് വെള്ളം ഒഴിവാക്കിയിട്ട് പുതിയ വെള്ളം ഒഴിച്ച് വെക്കും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ചോറ് നല്ല എന്താ പറയുക, പുതിയതുപോലെ ഉണ്ടാവും കേട്ടോ, ഒട്ടും പഴക്കം വരില്ല, നന്നായിട്ട് കിട്ടുകയും ചെയ്യും. ചോറ് ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുകയാണല്ലോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിതുപോലെ ചോറൊക്കെ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം കേട്ടോ. ഫ്രിഡ്ജിലെടുത്ത് വെക്കുന്നതിനെ കൊണ്ട് പ്രശ്നമില്ല, കവറിൽ കെട്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിലും വെക്കുക, പ്രശ്നമില്ല. പക്ഷേ എനിക്ക് ഫ്രിഡ്ജിൽ വെക്കുന്നതിലും കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയത് ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കുന്ന സമയത്താണ്. പിന്നെ എന്താ വെച്ചാൽ ഡെയിലി, അതായത് ഒരു 3 ദിവസമൊക്കെ വെക്കുകയാണെങ്കിൽ ആ ഒരു 3 ദിവസവും വെള്ളം മാറ്റിയിട്ട് പുതിയ വെള്ളം വെച്ച് കൊടുക്കുക. ഇനി തുറന്ന് വെക്കുകയാണെങ്കിൽ അങ്ങനെ വെക്കാം, അതല്ല ബക്കറ്റ് അടച്ച് വെക്കുകയാണെങ്കിൽ അങ്ങനെയും വെക്കുക. എങ്ങനെ വെച്ചാലും ചോറിൽ വെള്ളം ഒഴിച്ചിട്ടാൽ ചോറൊന്നും ആവില്ല. പിന്നെ ഞാനിത് എങ്ങനെയാണ് കോഴിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഈ ചോറ് ഞാൻ രാവിലെ ഒരു ഓട്ടക്കൊട്ടയിലേക്ക് കുറച്ചെടുത്തിടും. എന്നിട്ട് എൻ്റെ പണികളൊക്കെ എടുക്കും കേട്ടോ. പണികൾ തീരുമ്പോഴത്തേക്ക് ആ ഓട്ടക്കൊട്ടയിൽ കിടന്നിട്ട് ആ ചോറിലെ വെള്ളമൊക്കെ അങ്ങ് വാർന്നു പോകും. എന്നിട്ട് അതിലേക്ക് കുറച്ച് പിണ്ണാക്ക്, തീറ്റ, അതുപോലെ ഇലകൾ, അല്ലെങ്കിൽ മീനിൻ്റെ തല വേവിച്ചത്, എന്താണോ എൻ്റെ കയ്യിലുള്ളത് അതിട്ടിട്ട് കുഴച്ചിട്ട് ഞാൻ കോഴികൾക്ക് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുക. ഇനി മുന്നോട്ടുള്ള വീഡിയോ ആരും മിസ്സ് ചെയ്യരുത്, കാരണം നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് കോഴിക്കോടുള്ള ആളുകൾക്ക് ഒരുപാട് ആൾ ചോദിക്കുന്നുണ്ട് കമൻറ്റിൽ, ചേച്ചി നാട് എവിടെയാണെന്നുള്ളത്. എൻ്റെ വീട് കോഴിക്കോടാണ് കേട്ടോ, കോഴിക്കോടാണ് എൻ്റെ സ്ഥലം. അപ്പോൾ കോഴിക്കോടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യുന്നുണ്ട്, ആയിട്ടില്ല, അതിൻ്റെ തിരക്കിലും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ എക്സാമൊക്കെ ആയതുകൊണ്ട് അതവിടെ പെൻഡിങ്ങിലായിപ്പോയി.
അപ്പം മുന്നോട്ടുള്ള വീഡിയോ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് ഇങ്ങനെ സ്ഥിരമായിട്ട് കോഴിയുടെ വീഡിയോ തന്നെ കാണുമ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. എല്ലാവരും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. ഇനി ഒന്നും ഇല്ലെങ്കിലും കൂടി 2 ഹാർട്ടെങ്കിലും നിങ്ങൾ എൻ്റെ വീഡിയോയ്ക്ക് കമൻറ്റിലിടുക കേട്ടോ. അതൊക്കെ കാണുമ്പം ഒരുപാട് സന്തോഷമാണ്. എനിക്ക് വോയിസ് റിപ്ലൈ ഒക്കെ തരാനുണ്ട്, പക്ഷേ എനിക്ക് ആഗ്രഹം എല്ലാവർക്കും വോയിസ് റിപ്ലൈ തരണം എന്നാണ്. പക്ഷേ എൻ്റെ നെറ്റ് ഇവിടെ റേഞ്ചിൻ്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് അത് നടക്കാറില്ല. എന്നാലും എനിക്ക് കഴിയുന്ന ആളുകൾക്കൊക്കെ ഞാൻ വോയിസ് റിപ്ലൈ കൊടുക്കാറുണ്ട്. പിന്നെ എനിക്ക് ചോറ് കിട്ടാത്ത ദിവസങ്ങളിൽ ഞാൻ വീട്ടിൽ ചോറ് വയ്ക്കാറാണ് കേട്ടോ ചെയ്യുക. ഇതുപോലെ അടുപ്പത്ത് വയ്ക്കും. ഒരു 2 തിള തിളച്ചാൽ അങ്ങനെ ഇറക്കി വയ്ക്കും. വേവുന്നത് വരെ നിൽക്കില്ല. പിന്നെ ആ വെള്ളത്തിൽ കിടന്നിട്ട് അങ്ങ് ചോറാവും കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം മറന്നു കൊണ്ടാ എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ബായ്.